സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. നാം എപ്പോഴും പറയാറുണ്ട് 2021 എത്ര വേഗമാണ് നമ്മെ വിട്ട് കടന്നു പോയതെന്ന്. പക്ഷേ കാലങ്ങളും സമയങ്ങളും തെറ്റുപറ്റാതെ അതതിൻ്റെ സമയങ്ങളിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റാറില്ല. സ്തോത്രം. നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനോടൊത്ത് നമുക്കും പറയാം. അതിന് കാരണഭൂതനായ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം. അതോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനം 144 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തൻ്റെ പ്രവൃത്തികൾ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. 31 വാക്യത്തിൽ എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. എത്ര വലിയ കാര്യങ്ങളാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ഈ വേദഭാഗങ്ങളുടെ വായനയും ധ്യാനവും നമ്മെ നമ്മുടെ സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തെ ആരാധിപ്പാൻ തക്ക പ്രയോജനം നൽകുമാറാകട്ടെ. നാം ആരുടെ സന്നിധിയിലാണ് വന്നിരിക്കുന്നതെന്ന ചിന്തയാണ് നമ്മുടെ ആരാധനയ്ക്ക് പ്രചോദനം നൽകുന്ന വിഷയം. 1 തിമോത്തിയോസ് 6 അധ്യായത്തിൻ്റെ 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു: ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ ഒരു ദൈവം. എത്ര മഹോന്നതനായ ദൈവം! അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ മുമ്പാകെയാണല്ലോ നാം അന്ന് മുട്ടുകുത്തിയിരിക്കുന്നത് എന്നോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ? അവന് സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് മഹത്വപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരല്ലേ? നമ്മെ കർത്താവിന് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ പ്രമാണിക്കണം എന്ന് പ്രബോധിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് പരമാധികാരിയായ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ ചിന്തകൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കവിയുമ്പോൾ മാത്രമേ ഒരു ഹൃദ്യമായ ആരാധന കഴിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 104 സങ്കീർത്തനത്തിൽ വായിച്ച വേദഭാഗത്ത് ദൈവാത്മാവ് നമ്മെ എങ്ങനെയൊക്കെയാണ് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടതെന്നും ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവ്വം എങ്ങനെയാകുന്നുവെന്നും നമ്മെ പ്രബോധിപ്പിക്കുന്നു. ധ്യാനിക്കുക എന്നതെന്താണ്? നാം സ്വസ്ഥമായി ദൈവസന്നിധിയിൽ മൗനമായി മണിക്കൂറുകൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ ലയിച്ചിരിക്കുന്നതാകുന്നു ധ്യാനമെന്ന് പറയുന്നത്. അങ്ങനെ നാം അല്പസമയം ധ്യാനത്തിൽ ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടതായ ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഒന്നാമത്, ആയുഷ്കാലം മുഴുവൻ ആരാധിക്കുന്ന ഒരു സഹൃദയം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട്, യഹോവയ്ക്ക് പാട്ടുപാടുന്നൊരു വായ നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട്, ദൈവം പ്രസാദിക്കുന്ന ഒരു ധ്യാന ഹൃദയം നമുക്കുണ്ടാകണം. മാത്രമല്ല, യഹോവയിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ യാഗമരണത്തിലൂടെ നമ്മെ നിത്യനരക ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ച് ദൈവഭവനത്തിൽ ദൈവമക്കളായി ദത്തെടുത്ത വലിയവനായ ദൈവത്തിൻ്റെ മഹാസ്നേഹവും കരുണയും ദയയും കൃപകളും ഓർത്ത് ധ്യാനിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അവൻ്റെ പാദങ്ങളിൽ വീണ് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് മഹോന്നതനായ ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ആരാധന അങ്ങനെ തന്നെയാകുന്നുവോ എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഓടി വന്ന് ഒരു പ്രിപ്പറേഷനുമില്ലാതെ മനസ്സിലൊന്നും ഒരു ഒരുക്കവുമില്ലാതെ, അതായത് ആരാധിക്കുവാൻ വരുമ്പോൾ നാം വളരെ ഒരുക്കമുള്ളവരായിട്ട് വേണം മാറാൻ. വെറുതെ വെറും കൈയോടെ വരരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നാം വെറും കൈയോടെ വന്ന്
അങ്ങുമിങ്ങും നോക്കിയിരുന്ന് അലക്ഷ്യമായിട്ടൊക്കെ ആരാധിക്കുന്ന ആരാധന നമ്മുടെ കർത്താവ് സ്വീകരിക്കയില്ല എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിഷയമാകുന്നു. അങ്ങനെ നാം ആരാധിക്കുന്നതല്ല ദൈവം പ്രസാദിക്കുന്ന ആരാധന. ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനായിട്ട് തുറന്നു വെച്ച് നാം കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ചെയ്ത സകല തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോടുള്ള ആ ധ്യാനത്തിൽ അവൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവൻ്റെ മുഖപ്രകാശത്തിൽ ലയിച്ചിരുന്നുകൊണ്ട് ആരാധിക്കുന്ന ഒരു ആരാധനയാണോ നാം കഴിക്കുന്നത്? അത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആരാധിക്കാൻ പറ്റുന്നതല്ല. ആഴ്ചതോറും ഓരോ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിന് വെറുതെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. തിരുവചനവുമായി കർത്താവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിനെ ആരാധിച്ച് അവൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ട് നാം ദിനംതോറും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുകയുള്ളൂ. അങ്ങനെ ആഴ്ചയുടെ ഓരോ ദിവസവും നാം ആരാധിച്ച് കഴിയുമ്പോൾ ഞായറാഴ്ച ദിവസം നമ്മുടെ ഹൃദയം ഒരുക്കപ്പെട്ട ഹൃദയമായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമുക്ക് സാധിക്കും. കർത്താവ് ആരാണെന്ന് നേരത്തെ നമ്മൾ ഓർത്തല്ലോ. അങ്ങനെയുള്ളൊരു കർത്താവിൻ്റെ മുമ്പാകെയാണ് നാം വന്നിരിക്കുന്നത്. നമുക്ക് കാണപ്പെട്ട രൂപങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഓർമ്മകളൊക്കെ പല വഴി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരുക്കമുള്ളൊരു ഹൃദയം. നമ്മൾ ദിനംതോറും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങും പതറിപ്പോകാതെ അവൻ്റെ മുമ്പാകെ അവനെ വീണ് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് പാട്ടുകാരനോടൊപ്പം ഇങ്ങനെ പാടാം. മഹോന്നതനാമേശുവേ രാജാധി രാജാവേ സമ്പൂർണ്ണ ദൈവമനുഷ്യൻ നീ വാഴ്ക 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 യേശുവേ നീ ജയിച്ചപ്പോൾ ഞങ്ങളും ജയിച്ചു വാഴുവാൻ ജയാളിയായി ജീവിക്കും നീ വാഴ്ക 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 യേശുവേ മർത്യർ ഞങ്ങൾ അമർത്യരായി നിത്യവും വാഴുവാൻ ജീവവാതിൽ തുറന്നതാൽ നീ വാഴ്ക 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 യേശുവേ സ്തോത്രം.